ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഭാഷയുടെ അതിർവരമ്പുകൾ മറികടക്കാൻ കൂട്ടായ പ്രവർത്തനം നടത്തേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20യുടെ നേതൃത്വം നിലനിർത്തുന്നതിന് ആഗോള വെല്ലുവിളികളെ കൃത്യമായി അഭിമുഖീകരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മഹാരാഷ്ട്രയിൽ നടക്കുന്ന പശ്ചിമ മേഖലാ കൌൺസിലിന്റെ 27ാമത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പങ്കെടുക്കും. ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുന്നത് തടയാൻ കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന എൻ പ്രൌഡ് പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ. ISL ഫുട്ബോളിൽ ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മഹാരാഷ്ട്രയിലെത്തും. ഛത്രപതി സാംഭാജി നഗറിലെ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ മറാത്ത്വാഡ സർവകലാശാലയുടെ 65ാമത് ബിരുദദാന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സരസ്വതി ഭുവൻ കോളേജിൽ ഭരണഘടനാ അവബോധ വർഷവും അമൃത് മഹോത്സവവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉപരാഷ്ട്രപതി എല്ലോറയിലെ ഗ്രീഷ്ണേശ്വർ ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും എല്ലോറ ഗുഹകൾ സന്ദർശിക്കുകയും ചെയ്യും. ഭാഷയുടെ അതിർവരമ്പുകൾ മറികടക്കാൻ കൂട്ടായ പ്രവർത്തനം നടത്തേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 98ാമത് അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. भाषाओं को समृद्ध करना, उन्हें अपनाना, ये हम सबका सामूहिक दायित्व है. इसलिए आज हम देश की सभी भाषाओं को मेन स्ट्रीम लैंग्वेज के रूप में देख रहे हैं. हम मराठी समेत सभी प्रमुख भाषाओं में शिक्षा को बढ़ावा दे रहे हैं. अंग्रेजी न जानने के कारण प्रतिभाओं की उपेक्षा करने वाली सोच को हमने बदल दिया है. എല്ലാ ഭാഷകൾക്കും കേന്ദ്ര സർക്കാർ തുല്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭാഷകൾക്കിടയിൽ ഒരിക്കലും വേർതിരിവുണ്ടായിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സമ്മേളനത്തിൽ വൈവിധ്യമാർന്ന പാനൽ ചർച്ചകൾ, പുസ്തക പ്രദർശനങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. G20യുടെ നേതൃത്വം നിലനിർത്തുന്നതിന് ആഗോള വെല്ലുവിളികളെ കൃത്യമായി അഭിമുഖീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ 2025ലെ G20 ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. G20 യോഗത്തിനിടെ ഓസ്ട്രേലിയൻ, ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്തോ പസഫിക് മേഖല സംബന്ധിച്ചുള്ള 3 രാജ്യങ്ങളുടെയും താൽപര്യം വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ സുരക്ഷാ നയ പ്രതിനിധിയുമായും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും ശ്രീ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇന്ന് നടക്കുന്ന പശ്ചിമ മേഖലാ കൌൺസിലിന്റെ 27ാമത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിക്കും. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളും ദാദർ, നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് പശ്ചിമ മേഖലാ കൌൺസിൽ. അടിസ്ഥാന സൌകര്യം, ഖനനം, പരിസ്ഥിതി, വനം, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, പ്രാദേശിക തലത്തിൽ പൊതു താൽപര്യമുള്ള വിഷയങ്ങൾ എന്നിവ കൌൺസിൽ ചർച്ച ചെയ്യും. രാജ്യത്തെ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഗുജറാത്തിലെ ഡാങ് ജില്ലയിൽ നിന്നുള്ള ഗ്രാമീണ ആദിവാസി സമൂഹത്തിലെ വിദ്യാർത്ഥികളുമായി ന്യൂഡൽഹിയിൽ ഗുജറാത്ത് ഭവനിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യപുരോഗതിയുടെ അടിത്തറ വിദ്യാർത്ഥികളാണെന്നും അവരുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഇന്ത്യയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു. കാർഷിക ഗവേഷണ കൌൺസിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പുസ കൃഷി വിജ്ഞാനമേള 2025 കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ മുൻനിര കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കർഷക ഉൽപാദക സംഘടനകൾ, സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 119ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലൂടെ പരിപാടി ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ജപ്പാൻ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക നിക്ഷേപ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2000-നും 2024-നും ഇടയിൽ ജപ്പാനിൽ നിന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപം $4,300 കോടി ആണെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. 2011-ൽ ഒപ്പുവച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉഭയകക്ഷി വ്യാപാരത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. അമേരിക്കയുടെ ധനസഹായം സംബന്ധിച്ച് അടുത്തിടെ വന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ വിദേശ ഇടപെടലിനെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളും ഇക്കാര്യം പരിശോധിച്ച് വരികയാണെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ യുഎസ് വിമാനങ്ങളിൽ തിരികെ എത്തിച്ചത് സംബന്ധിച്ച ആശങ്കകൾ അമേരിക്കൻ ഭരണകൂടവുമായി പങ്കുവച്ചതായി അദ്ദേഹം അറിയിച്ചു. കെഐഐടിയിലെ നേപ്പാളി വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഒഡീഷ സർക്കാരിനോടും കോളേജ് അധികൃതരോടും വിശദാംശങ്ങൾ തേടിയതായും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലുള്ള എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെയും സുരക്ഷ, ക്ഷേമം എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. We are deeply saddened by the tragic death of the Nepalese student at the Kalanga Institute of Industrial Technology in Bhubaneswar. The Government of India, as you know, accords high priority to the safety, security and well-being of all international students in our country. MEA has been in constant touch with the Odisha government and KIT authorities since the situation came to light. We have also maintained close contact with the Nepalese authority. ഉപയോഗശൂന്യമായ മരുന്നുകൾ മണ്ണിലോ വെള്ളത്തിലോ വലിച്ചെറിയുന്നത് തടയാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആവിഷ്കരിക്കുന്ന നൂതന പദ്ധതിയായ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എൻപ്രൌഡിന് ഇന്ന് തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് കോഴിക്കോട് നിർവഹിക്കും. കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്തിലുമാണ് ഇതാദ്യമായി നടപ്പിലാക്കുന്നത്. തുടർന്ന് പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കോട്ടയം ഐഐഐടിയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 4:30-നാണ് ചടങ്ങ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് കേരളം ഇതാദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു. ബുധനാഴ്ച ആരംഭിക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഷില്ലോങ്ങിലാണ് മത്സരം നടന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നലെ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് യുപി വാരിയേഴ്സിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ തുടരുന്നു. സ്ഥിരമായ വെടിനിർത്തൽ ഏർപ്പെടുത്തുകയും ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യാതെ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഹമാസിന് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇന്ന് മോചിപ്പിക്കുന്ന ഇസ്രായേലി ബന്ദികളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടു. മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ഇതുവരെ 59,31,00,000 തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തി. ഇന്ന് കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നഡ്ഡ കുംഭമേളയിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ അനുഗമിക്കും. ഇന്ന് ലോകം നേരിടുന്ന വെല്ലുവിളികൾക്ക് സുസ്ഥിര വികസനം മാത്രമാണ് പരിഹാരമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ നടന്ന 21ാമത് ആഫ്രിക്കൻ ഏഷ്യൻ റൂറൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കോൺഫറൻസിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഡൽഹി നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. 3 ദിവസമാണ് സഭ ചേരുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും സഭയിൽ ആദ്യ അജണ്ടയായി സിഎജി റിപ്പോർട്ടും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാഷയുടെ അതിർവരമ്പുകൾ മറികടക്കാൻ കൂട്ടായ പ്രവർത്തനം നടത്തേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20യുടെ നേതൃത്വം നിലനിർത്തുന്നതിന് ആഗോള വെല്ലുവിളികളെ കൃത്യമായി അഭിമുഖീകരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മഹാരാഷ്ട്രയിൽ നടക്കുന്ന പശ്ചിമ മേഖലാ കൌൺസിലിന്റെ 27ാമത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുന്നത് തടയാൻ കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന എൻപ്രൌഡ് പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ. ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.